എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ പഠിച്ചു നിങ്ങൾക്കറിയാം അല്ലെ? 40 വരെയുള്ള സെക്ഷൻ പഠിച്ചു. BNSSലെ 40 വരെയുള്ള സെക്ഷൻ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടുത്ത സെക്ഷൻ മുതലുള്ള കാര്യമാണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത സെക്ഷൻ 41 ആണ്. ഓക്കെ, അപ്പോ BNSS നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സെക്ഷൻ 41. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻ ആണ്. ഏതാണ്? മജിസ്ട്രേറ്റിനായുള്ള അറസ്റ്റ്. ഏതാണ്? മജിസ്ട്രേറ്റിനായുള്ള അറസ്റ്റ്. ഫസ്റ്റ് നോക്കാം, മജിസ്ട്രേറ്റ് എത്ര വിധം എന്ന് നോക്കാം. മജിസ്ട്രേറ്റ് രണ്ട് വിധമാണ്. മജിസ്ട്രേറ്റ് രണ്ട് വിധം. ഒന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, മറ്റൊന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. എന്താണ്? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആൻഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ എക്സിക്യൂട്ടീവോ ജുഡീഷ്യലോ ആയ ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലോ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു മജിസ്ട്രേറ്റിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവോ ജുഡീഷ്യലോ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പം ജില്ലാ കളക്ടർ ഉണ്ട്, ജില്ലാ മജിസ്ട്രേറ്റ്, അതുപോലെ RDO റവന്യൂ ഡിവിഷൻ ഓഫീസർ ഉണ്ട്, അതായത് സബ് കളക്ടർ വരാം, അതുപോലെ തഹസിൽദാർ തുടങ്ങിയവരൊക്കെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കോടതികൾ കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് ആണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ എക്സിക്യൂട്ടീവോ ജുഡീഷ്യലോ ആയ ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലോ തന്റെ അധികാര പരിധിക്കുള്ളിലോ വെച്ച്, അപ്പോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലോ അദ്ദേഹത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ വെച്ചോ ആരെങ്കിലും ഒരു കുറ്റം ചെയ്യപ്പെടുമ്പോൾ, കുറ്റക്കാരൻ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് സ്വയം അറസ്റ്റ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് അധികാരം നൽകുകയോ ചെയ്യാം. കണ്ടോ? അദ്ദേഹത്തിന് സ്വയം അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് അധികാരം നൽകുകയോ ചെയ്യാം. അതാണ് സെക്ഷൻ 41 പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? അപ്പൊ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് തന്റെ സാന്നിധ്യത്തിലോ അധികാര പരിധിക്കുള്ളിലോ, ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് തന്റെ സാന്നിധ്യത്തിലോ അധികാര പരിധിക്കുള്ളിലോ വെച്ച് ആരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിയെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയോ വാറണ്ട് പുറപ്പെടുവിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലല്ലേ വാറണ്ട് ഇരിക്കുന്നത്? ഈ മജിസ്ട്രേറ്റിന്റെ കയ്യിലാണല്ലോ വാറണ്ട് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഉത്തരവിടാം, അയാൾ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഉത്തരവിടാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വാറണ്ട് എഴുതി എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാം. പോലീസിനോടോ മറ്റു വ്യക്തികളോടോ നിർദ്ദേശിക്കാം. ഇതാണ് 41 പറയുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും, അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ അറസ്റ്റ് എങ്ങനെയെന്നും, ഇപ്പോൾ മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റ് എങ്ങനെയെന്നും പഠിച്ചു. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലീസിന് മാത്രമല്ല എന്നുള്ള കാര്യം അറിയുക. മജിസ്ട്രേറ്റിനും അറസ്റ്റ് ചെയ്യാം, സ്വകാര്യ വ്യക്തിക്കും അറസ്റ്റ് ചെയ്യാം. സെക്ഷൻ 42 ശ്രദ്ധിക്കുക. സായുധ സേനകളിലെ അംഗങ്ങൾക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. സായുധ സേന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മിലിറ്ററി, ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയവരൊക്കെയാണ്. അവിടെ സെക്ഷൻ 35 39 മുതൽ 41 വരെ, 39 40 41. അപ്പൊ സെക്ഷൻ 35 എന്താ പറയുന്നത്? പോലീസിന് എപ്പോഴൊക്കെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നും, 39 നമുക്കറിയാം നോൺ കോഗ്നൈസബിൾ ആയ കുറ്റത്തിന് എപ്പോഴൊക്കെ പോലീസിന് അയാൾ അറസ്റ്റ് ചെയ്യാമെന്നും, പിന്നെ സ്വകാര്യ വ്യക്തികളുടെ അറസ്റ്റ് എങ്ങനെയാണ്, മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റ്, ഇതൊക്കെ അറിയാം. അപ്പൊ ഇതുവരെയുള്ള അറസ്റ്റിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും, അപ്പൊ ഈ പറയുന്ന വകുപ്പുകളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും യൂണിയൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രമല്ലേ? കേന്ദ്ര സായുധ സേനയിലെ ഏതൊരംഗവും കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതം ലഭിച്ചതിന് ശേഷമല്ലാതെ, അപ്പൊ അവരൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതം ലഭിച്ചതിന് ശേഷമല്ലാതെ തന്റെ ഔദ്യോഗിക ചുമതലകളുടെ നിർവഹണത്തിൽ താൻ ചെയ്തതോ, ഒന്നിൽ ഒഫീഷ്യൽ കാര്യത്തിൽ അദ്ദേഹം ചെയ്തതായി കരുതാവുന്നതായ യാതൊന്നിനും അറസ്റ്റ് ചെയ്യപ്പെടില്ല. അപ്പൊ അദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഒരാളെ, ഇപ്പോൾ ഒരു തീവ്രവാദി വന്നു, അദ്ദേഹം വെടിവെച്ചു കൊന്നു, അത് ആള് മാറിപ്പോയി, അത് സാധാരണ വ്യക്തി മരിച്ചുപോയി, ഉടനെ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരുടെ അനുമതി ഇല്ലാതെ? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് വിജ്ഞാപനം വഴി, അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാം? വിജ്ഞാപനം വഴി എന്ത് ചെയ്യാം? പൊതുസമാധാനം പാലിക്കുവാൻ ചുമതലപ്പെട്ട സേനയിലെ അംഗങ്ങളിൽ നിന്ന്, പൊതുസമാധാനം പാലിക്കാൻ അംഗങ്ങൾ ആരൊക്കെയാണ്? പോലീസ്, പട്ടാളം തുടങ്ങിയവരൊക്കെയാണ് അല്ലെ? അവർ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെയായാലും 1-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമാകുമെന്ന് നിർദ്ദേശിക്കുന്നതും, അവരെവിടെ സേവനമനുഷ്ഠിച്ചാലും തൊട്ടു മുകളിൽ പറഞ്ഞില്ലേ ആ കാര്യം അവർക്ക് ബാധകമാകുമെന്നും നിർദ്ദേശിക്കുന്നതും, തുടർന്ന് ആ ഉപവിഭാഗത്തിലെ
കേന്ദ്ര ഗവൺമെന്റ് എന്ന പദത്തിന് പകരം സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന പദപ്രയോഗം വരുന്നത് പോലെ ബാധകമാക്കുന്നതാണ്. അപ്പൊ ഇവിടെ പോലീസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും കുറ്റം ഡ്യൂട്ടിക്കിടയിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കണമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 42 സായുധ സേനയിലെ അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന. മനസ്സിലാക്കുക, സായുധ സേനയിലെ അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന. അവർ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഇടയിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തായിട്ട് അറിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാൻ ചെയ്യുമെന്ന് പറഞ്ഞാലോ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം? അവരവരുടെ സർക്കാരിന്റെ അനുമതി വേണം. അതാണ് അവർ പറയുന്നത്. സെക്ഷൻ 43. സെക്ഷൻ 43. അപ്പൊ 41 നമ്മൾ പഠിച്ചു. 41 എന്താണ് പറഞ്ഞത്? മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റ്. 42 ഇപ്പൊ പഠിച്ചു. സെക്ഷൻ 43 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്കറിയാം, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയോട് സഹകരിക്കുന്നില്ല എങ്കിൽ, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ വാക്കാലോ, ഇപ്പൊ വാക്കാൽ പറയുകയാണ് എന്താണ്? യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുകയാണ്. പ്രവർത്തിയാൽ, ഇപ്പൊ കണ്ണു കണ്ടുകൂടാത്തൊരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെവി കേട്ടത് അയാളുടെ പറഞ്ഞാൽ കേൾക്കില്ല, അപ്പൊ എഴുതി കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ തൊട്ട് പറയേണ്ടി വരും. അപ്പൊ വാക്കാലോ പ്രവർത്തിയാലോ കസ്റ്റഡിയോട് സഹകരിക്കുന്നില്ല എങ്കിൽ, അപ്പൊ എന്താണ്? കസ്റ്റഡിയോട് അവർ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ സഹകരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്കോ ഈ വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാം. അപ്പോ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ശരീരത്തിൽ സ്പർശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം അത് അറസ്റ്റിനെ തടയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയെ തടസ്സം നിൽക്കുകയും ചെയ്താൽ അയാളെ സ്പർശിച്ച് നമുക്ക് അറസ്റ്റ് ചെയ്യാം. ഇനി അതൊരു സ്ത്രീ ആണെങ്കിൽ, എന്നാൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അവർ വാക്കാലോ പ്രവർത്തിയാലോ കസ്റ്റഡിക്ക് വിധേയമാകുന്നില്ല. അവർ വാക്കാൽ പറഞ്ഞിട്ടും പ്രവർത്തിയാലും കസ്റ്റഡി വിധേയമാകുന്നില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് അവരെ സ്പർശിക്കാം. പക്ഷെ അത് സ്ത്രീ ആണെങ്കിൽ വനിതാ പോലീസിനെ സ്പർശിക്കാൻ പാടുള്ളൂ. അതാണ് പറയുക, പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വനിത അല്ലാത്ത പക്ഷം, സ്ത്രീ അല്ലാത്ത പക്ഷം പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല, പകരം വനിതാ പോലീസ് എന്ത് ചെയ്യാം? സ്പർശിക്കാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഓർമ്മിക്കുക. അടുത്തത്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തെ ബലപ്രയോഗത്തിലൂടെ എതിർക്കുകയോ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ, അപ്പോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തെ എന്ത് ചെയ്താൽ? ബലപ്രയോഗത്തിലൂടെ എതിർക്കുകയോ. അപ്പം നമ്മൾ ശ്രമിക്കുമ്പോൾ ബലപ്രയോഗത്തിനെ എതിർക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ പോലീസിന് മറ്റു വ്യക്തികളെയോ ആവശ്യമായ മറ്റു മാർഗങ്ങളോ ഉപയോഗിക്കാം. അല്ലോ, പോലീസിന് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ ഉപയോഗിക്കാം. അതുപോലെ എല്ലാ മാർഗങ്ങളും അയാളെ എങ്ങനെ വേണം കീഴടക്കാൻ നമുക്ക് ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കാം. അത് പോലീസിനൊരു ബലമാണ്. കാരണം എന്താണ്? ഒരാൾ അറസ്റ്റിനെ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ കീഴടക്കാൻ വേണ്ടി വരുന്ന എല്ലാ മാർഗവും പോലീസിന് സ്വീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ കൂടിയാണ് 43 എന്നറിയുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, അതിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ഗൗരവവും കണക്കിലെടുത്ത്, അപ്പൊ അയാൾ ചെയ്ത കുറ്റകൃത്യം ഏത് രീതിയിലാണെന്ന് കണക്കിലെടുത്ത്, കണ്ടോ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കുറ്റവാളിയായ ഒരാളെ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്ന ഒരാളെ, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെയോ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തുപയോഗിക്കാം? കൈവിലങ്ങ് ഉപയോഗിക്കാം. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കീഴടക്കാൻ വേണ്ടി എന്തുപയോഗിക്കാം? കൈവിലങ്ങ്. ഏതൊക്കെ കേസിലാണ് പോലീസിന് കൈവിലങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, സംഘടിത കുറ്റകൃത്യം, ട്രാങ്കുലിറ്റി എന്ന് പറയും, സംഘടിത കുറ്റകൃത്യം. അതുപോലെ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളെ എല്ലാം എന്ത് ചെയ്യാം? കൈവിലങ്ങ് വയ്ക്കാം. അതുപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തികളെ കൈവിലങ്ങ് വയ്ക്കാം. നിയമവിരുദ്ധമായി ആയുധം കൈവശം വയ്ക്കുന്നവരെ കൈവിലങ്ങ് വയ്ക്കാം. കൊലപാതകം ചെയ്യുന്ന വ്യക്തിയെ കൈവിലങ്ങ് വയ്ക്കാം. ബലാത്സംഗം ചെയ്യുന്ന വ്യക്തിയെ കൈവിലങ്ങ് വയ്ക്കാം. ആശ്രാക്രമണം നടത്തുന്ന വ്യക്തിയെ കൈവിലങ്ങ് വയ്ക്കാം. മനുഷ്യക്കടത്ത് നടത്തുന്ന വ്യക്തിയെ വയ്ക്കാം. അതുപോലെ കള്ളനോട്ട് അച്ചടി വിതരണം ചെയ്യൽ തുടങ്ങിയ വ്യക്തിയെയും കൈവിലങ്ങ് വയ്ക്കാം. അതുപോലെ കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമം നടത്തുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യാം? കൈവിലങ്ങ് വയ്ക്കാം. അതുപോലെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം? കൈവിലങ്ങ് വയ്ക്കാം. എന്നീ കുറ്റകൃത്യം ചെയ്തവരെയും പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യുമ്പോൾ കൈവിലങ്ങ് ഉപയോഗിക്കാം. അപ്പോ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയെ എന്ത് ചെയ്യാം? പോലീസ് ഉദ്യോഗസ്ഥന് കൈവിലങ്ങ് വെക്കാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇതിൽ അടുത്ത പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് പോലീസിന് അയാളെ കീഴടക്കാൻ വേണ്ടി വരുന്ന എല്ലാ മാർഗവും സ്വീകരിക്കാമെന്നല്ലേ പറഞ്ഞേ? പോലീസിന് അയാളെ കീഴടക്കാൻ വേണ്ടി വരുന്ന എല്ലാ മാർഗവും സ്വീകരിക്കാമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിൽ മാർഗത്തിൽ വധശിക്ഷയോ ജീവപര്യന്തമോ തടവോ ലഭിക്കാവുന്ന കുറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളുടെ മരണം സംഭവിക്കാൻ അവകാശം നൽകുന്നതല്ല. അതായത് ഒരാൾക്ക് വധശിക്ഷ കിട്ടാൻ അർഹനാണ് അയാളുടെ കുറ്റത്തിൽ.
അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടാൻ അർഹനാണ്. അയാളെ ഒഴികെ വേറൊരാളും ഇതിൽ മരണപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അയാൾ മരണപ്പെട്ടാലും കുഴപ്പമില്ല, വേറൊരാള് മരണപ്പെടരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതുപോലെ അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ, ഇപ്പൊ ചില സ്പെഷ്യൽ കേസുകളിലാണെങ്കിൽ അതിലൊഴികെ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും, അപ്പൊ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിനും, അതായത് രാത്രി സമയങ്ങളിൽ സ്പെഷ്യൽ കേസ് അല്ലാത്ത ഒരു കേസിലും സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ, ഇനി നിർബന്ധമായും ഒരു സ്ത്രീയെ രാത്രി അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്നാണെങ്കിൽ ആരുടെ അനുമതി വേണം? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അനുമതി, മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ്. അപ്പോൾ ഒരു സ്ത്രീയെ അസാധാരണ സന്ദർഭങ്ങളിൽ ഒഴികെ സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുൻകൂർ അനുമതി വേണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ച് പഠിച്ചു പോയിക്കോണേ. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ്. അറസ്റ്റ് ചെയ്ത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചു അല്ലെ? അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശരീരത്തിൽ സ്പർശിക്കാൻ വേണമെങ്കിൽ, അയാൾ എതിർക്കുകയാണെങ്കിൽ, മാത്രമല്ല അയാൾ ബലപ്രയോഗം നടത്തിയാൽ അയാളെ കീഴടക്കാനുള്ള മാർഗവും സ്വീകരിക്കാം. പക്ഷെ അയാൾ മരണപ്പെടരുത്. ആരൊഴികെ മരണപ്പെടരുത്? ജീവപര്യന്തവും വധശിക്ഷയും ലഭിക്കേണ്ട കുറ്റം ചെയ്യാത്ത വ്യക്തിയൊന്നും മരണപ്പെടാൻ പാടില്ല. പിന്നെ കൈവിലങ്ങ് വെക്കാം ആരെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അടുത്ത സെക്ഷൻ 44. സെക്ഷൻ 44. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വ്യക്തി പ്രവേശിച്ച സ്ഥലത്തിന്റെ പരിശോധന. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വ്യക്തി പ്രവേശിച്ച സ്ഥലത്തിന്റെ പരിശോധന എന്താണ്? അപ്പൊ ഒരു അറസ്റ്റ് വാറണ്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തി, അപ്പൊ അറസ്റ്റ് വാറണ്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ഏതെങ്കിലും സ്ഥലത്തിൽ പ്രവേശിച്ചുവെന്നോ, നമ്മളൊരു വാറണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആരെയാണോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തി ഒരു സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നൊരു വിവരം കിട്ടി, അല്ലെങ്കിൽ അതിനുള്ളിലാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട്. അപ്പൊ ആ സ്ഥലത്തിന്റെ ഉള്ളിലാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട്. അപ്പൊ ഒന്നുകിൽ അയാൾ അവിടെ ഉണ്ട്. അത്തരം സ്ഥലത്തിന്റെ ചാർജ് ഉള്ളതോ, അപ്പൊ അത്തരം സ്ഥലത്തിന്റെ ചാർജ് ഉള്ളതോ താമസമുള്ളതോ ആയ ആൾ, അപ്പൊ ആ സ്ഥലത്തിന്റെ ഉടമയോ മറ്റോ ആൾ എന്താണ്? മേൽപ്പറഞ്ഞ വ്യക്തിയുടെയോ പോലീസ് ഉദ്യോഗസ്ഥന്റെയോ ആവശ്യപ്രകാരം ആ സ്ഥലത്തിനുള്ളിലേക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ അനുവദിക്കുകയും അവിടെ തിരയുന്നതിനാവശ്യമായ ന്യായമായ എല്ലാ സൗകര്യവും ചെയ്യേണ്ടതാണ്. അപ്പോ നമ്മൾ പറയുകയാണ് നമുക്ക് ഇതിനകത്ത് കയറി പരിശോധിക്കണം എന്ന് പറയുന്ന സമയത്ത് അവിടെ തിരയാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണവും ആര് ചെയ്യണം? ആ വ്യക്തി ചെയ്തു കൊടുക്കേണ്ടതും ആണ് എന്ന് പറയുന്നു. ഇനി 1-ാം വകുപ്പ് പ്രകാരം അത്തരം സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധ്യമല്ലെങ്കിൽ, അപ്പോ ആ 1-ാം വകുപ്പിൽ പറഞ്ഞതുപോലെ ആ സ്ഥലത്ത് കയറാൻ പോലീസിന് പറ്റിയില്ല, അയാൾ അറസ്റ്റ് ചെയ്യാൻ കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരു വാറണ്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതും വാറണ്ട് പുറപ്പെടുവിക്കുന്നത്, എന്നാൽ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാതെ പ്രവേശനം ലഭിക്കാൻ കഴിയാതിരിക്കുന്നതുമായ ഏത് സാഹചര്യത്തിലും, അപ്പൊ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാതെ, അവൻ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പാടില്ല, കൊടുക്കാതെ പ്രവേശനം ലഭിക്കാൻ കഴിയാതിരിക്കുന്നതുമായ ഏത് സാഹചര്യത്തിലും പോലീസ് ഉദ്യോഗസ്ഥൻ അത്തരം സ്ഥലത്ത് പ്രവേശിച്ച് അവിടെ തിരച്ചിൽ നടത്താനും, അപ്പോ ഇവനെ വിടാൻ പാടില്ല, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല, പക്ഷെ ഇവൻ രക്ഷപ്പെടാൻ പാടില്ല, അത്തരം സ്ഥലത്തേക്ക് പ്രവേശനം നൽകാനും പുറമെയുള്ളതോ അകത്തുള്ളതോ ആയ വാതിലോ ജനലോ തകർത്ത് അയാളുടെ അധികാരത്തെയും ഉദ്ദേശത്തെയും പറ്റി അറിയിക്കുകയും അതിനുശേഷം അയാൾക്ക് മറ്റു വിധത്തിൽ പ്രവേശനം ലഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിയമാനുസൃതമായിരിക്കുന്നതുമാണ്. അപ്പോ നമുക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് വാതിലോ ജനലോ തകർത്തും അകത്ത് കടക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആചാരപ്രകാരം പൊതുസ്ഥലത്ത് ഹാജരാകാത്ത ഒരു സ്ത്രീയുടെ ഏതെങ്കിലും ഒരു വാസസ്ഥലത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു, ആ സ്ത്രീയുടെ വീട്ടിലാണ് നമുക്ക് പരിശോധന നടത്തേണ്ടതെങ്കിൽ, സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ആളല്ലാതെ, അപ്പൊ സ്ത്രീ കുറ്റക്കാരിയല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കയറാൻ പോവുകയാണ്. കയറുന്നതിന് മുൻപായി അവിടെയുള്ള സ്ത്രീക്ക് അവിടെ നിന്ന് പിന്മാറാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൾക്ക് നോട്ടീസ് നൽകേണ്ടതും, അപ്പൊ ആ സ്ത്രീയോട് പറയണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിന്മാറാം, കാരണം നമ്മൾ ഇതിനകത്ത് കയറി പരിശോധന നടത്തുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, പിന്മാറാം എന്ന്, അതിനുശേഷം ആ സ്ഥലത്ത് തുറന്ന് പ്രവേശിക്കാം. അപ്പൊ സ്ത്രീയുടെ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് ഈ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഏതൊരു സ്ഥലത്തും പ്രവേശിക്കാമെന്ന് പറഞ്ഞു, അതിനുവേണ്ടിയുള്ള സൗകര്യം അതിന്റെ ഉടമ ചെയ്തു കൊടുക്കണം. രണ്ടാമത് അങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്, ജനലോ വാതിലോ തകർത്തും കയറാം. 3, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ പ്രതി അല്ലാത്ത സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടാവുന്നതുമാണ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്. ഇതാണ് സെക്ഷൻ 44 പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതാണോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാനുള്ള മറ്റേതെങ്കിലും വ്യക്തിയോ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. വാതിലൊക്കെ കുത്തി തുറക്കാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കണ്ടോ,
നമുക്ക് ഇറക്കാൻ വേണ്ടി ഏതൊരു വാതിലോ ജനലോ കുത്തി തുറക്കാം. പറഞ്ഞു തന്നെ വീണ്ടും പറയും. സെക്ഷൻ 45 നന്നായിട്ട് മനസ്സിലായി പോവുക. സെക്ഷൻ 45 എന്നുണ്ട് കുറ്റക്കാരൻ മറ്റ് അധികാര പരിധികളിലേക്ക് പിന്തുടരുക. കുറ്റക്കാരനെ മറ്റ് അധികാര പരിധികളിലേക്ക് പിന്തുടരുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു കോടതിക്കും ഒരു നിശ്ചിത അധികാര പരിധി ഉണ്ടാവും. ആണോ? ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തുള്ള കോടതിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷന് അവിടെ ഉള്ള ഒരു അധികാര പരിധി, ലിമിറ്റേഷൻ ഉണ്ടാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തനിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനായി അത്തരം വ്യക്തിയെ ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും പിന്തുടരാം. അപ്പൊ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ കോഗ്നൈസബിൾ കേസ് അല്ലേ? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസ് കോഗ്നൈസബിൾ കേസ് അല്ലേ? ആണ്. അപ്പൊ കോഗ്നൈസബിൾ കേസായ ഒരു വ്യക്തിയെ പിന്തുടർന്ന് നമുക്ക് എവിടെ വേണമോ പോയി അറസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ അധികാര പരിധിയിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. പ്രതി എവിടെ പോകുന്നു അവിടെ പിന്തുടരാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പൊ ഇത് കഥ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അനാവശ്യമായ തടസ്സപ്പെടുത്താൻ പാടില്ല. അനാവശ്യമായി തടസ്സപ്പെടുത്താൻ പാടില്ല. അതായത് നോ അൺനെസസറി റെസ്ട്രെയിന്റ് എന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി രക്ഷപ്പെടുന്നത് തടയാൻ ആവശ്യമായതിലും കൂടുതൽ നിയന്ത്രണത്തിന് വിധേയനാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി രക്ഷപ്പെടുന്നത് തടയാൻ വേണ്ടി ആവശ്യമായാലും കൂടുതൽ മറ്റാരെയും എന്ത് ചെയ്യരുത്? നിയന്ത്രണത്തിന് വിധേയമാക്കുക. ഒരു സെന്റൻസ് അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി രക്ഷപ്പെടുന്നത് തടയാൻ ആവശ്യമായതിലും കൂടുതൽ നിയന്ത്രണത്തിന് വിധേയനാക്കാൻ പാടില്ല. അപ്പൊ അയാളെ ഉദാഹരണം അയാൾ ഒരു കൈ വിലങ്ങ് വെച്ചിട്ടുണ്ട് അല്ലെ, അതിന് പോയായിട്ട് അയാളെ കാലിലും കെട്ടി തലയിലും കെട്ടി ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത സെക്ഷൻ 47 എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിലുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ആ അറസ്റ്റ് ചെയ്യുന്ന ആളിനോട് എന്ത് പറയണം? അയാൾക്ക് ഇപ്പൊ അയാൾ നോക്കി ഇവിടെ വാറണ്ട് കൂടാതെ ഏതെങ്കിലും വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും, അപ്പോൾ വാറണ്ട് കൂടാതെ ഏതെങ്കിലും വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റത്തിന്റെ പൂർണ്ണ വിവരങ്ങളും അറസ്റ്റിനുള്ള മറ്റു കാരണങ്ങളും ഉടനടി അയാളെ അറിയിക്കേണ്ടതാണ്. അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അയാൾ ചോദിക്കുമല്ലോ, സാർ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അയാളോട് പറയണം, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കുറ്റത്തിനാണ് എന്ന് പറയണം. ഇപ്പൊ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് പറയേണ്ടത്. കാരണം വാറണ്ടോടുകൂടി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല, വാറണ്ടിൽ എല്ലാ കാര്യവും ഉണ്ടായിരിക്കും. അപ്പോ നിന്നെ ഇതിനാണ് ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധിപ്പിക്കണം. അതുപോലെ അവന്റെ പൂർണ്ണ വിവരങ്ങൾ അറസ്റ്റിനുള്ള മറ്റ് കാരണങ്ങൾ ഉടനടി അയാളെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജാമ്യമില്ലാ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലാതെ, ജാമ്യമില്ലാ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ നോൺ ബെയിലബിൾ കേസ് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലാതെ, അയാളല്ലാതെ മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടുന്ന വ്യക്തി അല്ലെ, ജാമ്യം കിട്ടാത്ത വ്യക്തി അല്ലാതെ എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുന്ന വ്യക്തി അല്ലെ. അവിടെ എന്താണ്? മറ്റാരെങ്കിലും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അവകാശമുണ്ടെന്നും ജാമ്യക്കാരെ ക്രമീകരിക്കാമെന്നും അറിയിക്കണം. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജാമ്യമില്ലാ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലാതെ മറ്റാരെയെങ്കിലും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അവകാശമുണ്ട്. അപ്പൊ ജാമ്യം കിട്ടാണ്ട ആളാണെങ്കിൽ അയാളോട് അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് പറയണം? തനിക്ക് ജാമ്യം കിട്ടാൻ അവകാശമുണ്ട്, താൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളുക എന്ന് അയാളോട് പറയണം. ഓക്കെ അല്ലേ? അതായത് പക്ഷെ ജാമ്യം കിട്ടാൻ സാധിക്കാത്ത വ്യക്തി അല്ലെ, സാധ്യത ഇല്ലാത്ത വ്യക്തിയോട് എന്ത് ചെയ്യണ്ട? അത് പറയേണ്ട ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം അറിയുക. ഓക്കെ, അടുത്തത് സെക്ഷൻ 48. സെക്ഷൻ 48 എന്താണ്? അറസ്റ്റിനെ കുറിച്ച് ബന്ധുവിനെ അറിയിക്കാൻ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ബാധ്യത. അതായത് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തു, ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അറസ്റ്റ് ചെയ്യുന്ന 36ാമത്തെ സെക്ഷനിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയും പ്രൊസീജിയേഴ്സും ബന്ധുവിനെ കൊണ്ട് ഒപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അഥവാ ബന്ധു അല്ല ഒപ്പിട്ടതെങ്കിൽ ബന്ധുവിനെ അറിയിക്കാൻ അവകാശമുണ്ടെന്നെങ്കിൽ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഈ സംഹിതയുടെ കീഴിൽ, ഈ സംഹിതയും കീഴിൽ എന്നാൽ BNSSന്റെ കീഴിൽ അറസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ, BNSSന്റെ കീഴിൽ അറസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റ് വ്യക്തിയോ ഉടൻ തന്നെ അറസ്റ്റിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അയാളുടെ ബന്ധുവിനോ സുഹൃത്തിനോ, കണ്ടോ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റ് വ്യക്തിയോ ഉടൻ തന്നെ അറസ്റ്റിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അയാളുടെ ബന്ധുവിനോ സുഹൃത്തിനോ അല്ലെങ്കിൽ വെളിപ്പെടുത്താവുന്ന മറ്റു വ്യക്തികൾക്ക് ഉടൻ വിവരം നൽകേണ്ടതാണ്. അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ വീട്ടിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ വിവരം നൽകണം. കൂടാതെ അത്തരം വിവരങ്ങൾ
ജില്ലയിലെ നിയുക്ത പോലീസ് ഓഫീസർക്കും നൽകണം. നമ്മൾ നിയുക്ത പോലീസ് ഓഫീസർ പഠിച്ചോർമ്മയുടെ സെക്ഷൻ 37 ASI റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ, അയാളാണല്ലോ ഡിജിറ്റൽ രൂപത്തിൽ ഇതൊക്കെ പതിച്ചു വെക്കുന്ന, ഓർമ്മയുണ്ടോ? അയാളെയും ഇത് അറിയിക്കണം എന്നാണ് പറയുന്നത് സെക്ഷൻ 48 പറയുന്നത്. അതിൽ തന്നെ കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ 1-ാം ഉപവകുപ്പിന് കീഴിലുള്ള അവകാശങ്ങൾ അയാൾ അറിയിക്കണം. 1-ാം ഉപവകുപ്പിന് കീഴിലുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഈ അവകാശം എന്താണ്? തന്റെ ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട് എന്നുള്ള കാര്യം അറിയിക്കേണ്ടതാണ്. ഇനി അത്തരത്തിലുള്ള ആളുടെ അറസ്റ്റിനെ കുറിച്ച് ആരെയാണ് അറിയിച്ചിരിക്കുന്നതെന്ന് എന്ന വിവരം, അപ്പോ നമ്മൾ ആരെയാണ് ഈ പ്രതിയുടെ ഈ വിവരം അറിയിച്ചത്? അവന്റെ അമ്മയെയാണോ അച്ഛനെയാണോ എന്ന് ചോദിക്കുന്ന വിവരം സംസ്ഥാന സർക്കാർ ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് GD. നമ്മൾ കേരള പോലീസ് ആക്ട് പഠിപ്പിച്ചു, ഞാൻ പറഞ്ഞു തന്നു. സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥിരം രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം, അതായത് ഒരു വ്യക്തി ഇപ്പൊ സ്റ്റേഷനിൽ എന്ത് കാര്യം നടന്നാലും ഏത് പുസ്തകത്തിൽ അറിയിക്കണം? GD പുസ്തകത്തിൽ അറിയിക്കണം, അല്ലെ? അപ്പൊ ആ കാര്യം അറിയിക്കുമ്പോൾ അവിടെ എന്താണ് ഇതിനകത്ത് ആരെയാണ് ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ആരെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയിച്ചത് എന്നുള്ള കാര്യം കൂടെ അവിടെ അറിയിക്കണം. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത പോയിന്റ്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ഉപവകുപ്പ് 2, 3, അപ്പൊ തൊട്ട് മുമ്പിൽ പഠിച്ച 2 വകുപ്പുകൾ അല്ലെ എന്നിവയുടെ ആവശ്യകതകൾ പാലിച്ചിട്ടുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടേണ്ടത് അറസ്റ്റിലായ വ്യക്തിയെ ഹാജരാക്കുന്ന മജിസ്ട്രേറ്റിന്റെ കടമയാണ്. അപ്പൊ മജിസ്ട്രേറ്റ് ചോദിക്കും, നീ ഇവന്റെ ബന്ധുവിനെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിയുക്ത പോലീസ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇത് GD ബുക്കിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആര് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്? മജിസ്ട്രേറ്റ് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് സെക്ഷൻ 48 എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്ലിയർ ആണ്. അടുത്ത സെക്ഷൻ 49, അറസ്റ്റിലായ വ്യക്തിയെ പരിശോധിക്കൽ എന്നാണ്. എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തു നിന്നൊരു വ്യക്തി വരികയാണെന്ന് വിചാരിച്ചു, പുറത്തു നിന്നൊരു വ്യക്തിയെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ശരീരം പരിശോധിച്ചിരിക്കണം. കാരണം അയാളുടെ കയ്യിൽ മാരക ആയുധങ്ങൾ ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ കണ്ടോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാൽ ജാമ്യം ലഭിക്കാൻ വ്യവസ്ഥ ചെയ്യാത്ത വാറണ്ടിന് കീഴിലോ, അപ്പൊ ഒരു വാറണ്ടും കൊണ്ടുപോയി നമ്മൾ അറസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിനകത്ത് എന്ത് പറയുന്നു? ജാമ്യം ലഭിക്കാൻ വ്യവസ്ഥ ചെയ്യാത്ത വാറണ്ടിന് കീഴിലോ, ജാമ്യം ലഭിക്കാൻ സാധ്യമല്ലാത്ത വാറണ്ടിന് കീഴിലോ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വാറണ്ടിന് കീഴിലോ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ ചാൻസ് ഉള്ള വാറണ്ടിന് കീഴിലോ അറസ്റ്റ് ചെയ്യപ്പെടുകയും, അപ്പൊ ആ വാറണ്ട് കൊണ്ട് ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ട്, ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ജാമ്യം നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ വാറണ്ടിന് കീഴിലുള്ള ഒരു സ്വകാര്യ വ്യക്തികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുകയും ജാമ്യം നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതും പോയിന്റാണ്. ശ്രദ്ധിച്ചോ, ഒരാൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ വാറണ്ടിന് കീഴിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയാൾ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തത്. അപ്പൊ നേരത്തെ പറഞ്ഞതും ശരി തന്നെ, ഈ പോയിന്റും ശരി തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാറണ്ട് കൊണ്ടുപോയി കൊടുത്തു, ആ വാറണ്ട് ജാമ്യം കിട്ടാനും സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് അയാൾക്ക് എന്ത് കിട്ടില്ല എന്ന് പറഞ്ഞു? ജാമ്യം നൽകാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ഒരാൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ, അതായത് കോഗ്നൈസബിൾ കേസാണ്, വാറണ്ട് കൂടാതെ സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജാമ്യം നൽകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുകയും, അങ്ങനെയുള്ള അറസ്റ്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് സ്വകാര്യ വ്യക്തിയോ ആകുമ്പോൾ അയാൾ ഉദ്യോഗസ്ഥനെ ആണോ, അല്ലെ, അയാൾ ഏത് ഉദ്യോഗസ്ഥനാണോ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഏൽപ്പിക്കുന്നത്, അയാൾ അറസ്റ്റ് ചെയ്ത വ്യക്തി ദേഹപരിശോധന നടത്തണം. അപ്പോ ജാമ്യം കിട്ടുന്നവരാണെങ്കിൽ അയാൾ എന്തായാലും ദേഹപരിശോധന നടത്തണം. കിട്ടുന്നയാളും കിട്ടാതായാലും പിടിക്കുമ്പോൾ ദേഹപരിശോധന നടത്തണം. പക്ഷെ ജാമ്യം കിട്ടുന്ന ആളാണെങ്കിൽ ഉടനെ പോവില്ലേ, അയാൾ ബോണ്ടും ജാമ്യം വെച്ച് പോവില്ലേ. പക്ഷെ ജാമ്യം കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കണം, അല്ലെ, അയാൾ ജയിലിലേക്ക് പോകും, അയാൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാകും, അങ്ങോട്ട് പോകും. അപ്പൊ ആ സമയം അയാളുടെ ദേഹപരിശോധന നടത്തേണ്ടതും അയാൾക്ക് അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രം ഒഴികെ മറ്റെല്ലാം സുരക്ഷിതമായി കസ്റ്റഡിയിൽ വെക്കേണ്ടതുമാണ്. അപ്പൊ അയാളുടെ കയ്യിൽ ചിലപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാവും, ആയുധങ്ങൾ ഉണ്ടാവും, അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, ആഭരണങ്ങൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. അതെല്ലാം തിരികെ വാങ്ങുക. അതെല്ലാം വാങ്ങിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതും കൈവശത്തിലെടുത്തതുമായ സാധനങ്ങളുടെ ഒരു രസീത് പ്രതിക്ക് നൽകേണ്ടതാണ്. അപ്പൊ എന്തൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ ആ രസീത് ആർക്ക് നൽകണം? പ്രതിക്ക് നൽകേണ്ടതുമാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പൊ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ കാര്യം നിങ്ങൾ അറിയുക. അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളെ നമ്മൾ ആവശ്യമായ വസ്ത്രം മാത്രമേ കൊടുക്കാവൂ. കാരണം അയാൾ ഇതിനകത്ത് സ്വയം അപകടപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട് അത് ഉപയോഗിച്ച്. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും പിടിച്ചെടുത്തതിന് ശേഷം എന്തൊക്കെയാണോ അയാളിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ആ കാര്യം ഒരു രസീതാക്കി അയാളെ അറിയിക്കണം. അയാൾക്ക് ഇറങ്ങുമ്പോൾ കൊടുക്കണം. ഇനി ഒരു സ്ത്രീയാണ് പരിശോധിക്കേണ്ടത് എങ്കിൽ ആവശ്യമായി വരുമ്പോൾ, ഒരു സ്ത്രീയെ പരിശോധിക്കേണ്ടത് ആവശ്യമായി വരുമ്പോൾ പരിശോധന നടത്തേണ്ടത് സഭ്യത ശരിക്കും ആദരിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ ആയിരിക്കണം, മറ്റൊരു
സ്ത്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സ്ത്രീയെയാണ് നമ്മൾ പരിശോധിക്കണമെങ്കിൽ സ്ത്രീ തന്നെ എന്ത് ചെയ്യണം, അവരെ ദേഹപരിശോധന നടത്തണം എന്നുള്ള കാര്യം കൂടെ അറിയുക. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ആക്രമണാത്മകത ആയുധങ്ങൾ അല്ലെ, ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉമ്മയുടെ കയ്യിലുണ്ടാവും അല്ലെ, പിടിച്ചെടുക്കാനുള്ള അധികാരമാണ്. അതായത് നമ്മൾ ചോദിച്ചോട്ടെ, ഇതിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരുത്തന്റെ കയ്യില് ആക്രമിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, പോലീസിന് അത് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. കണ്ടോ, ഈ സംഹിതയുടെ കീഴിൽ അറസ്റ്റ് നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റൊരു വ്യക്തിക്കോ അറസ്റ്റ് നടന്ന ഉടനെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്, അറസ്റ്റ് നടന്ന ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയിൽ നിന്ന് ആക്രമണായുധങ്ങൾ പിടിച്ചെടുക്കാം. അപ്പോൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയിൽ നിന്ന് ആക്രമണായുധങ്ങൾ പിടിച്ചെടുക്കാനും അങ്ങനെ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഉദ്യോഗസ്ഥനോ കോടതിയിലോ കൈമാറുകയും ചെയ്യാം. അപ്പൊ ഒന്നുമില്ല, അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആക്രമണായുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യാം, പിടിച്ചെടുത്ത ആയുധങ്ങൾ ആർക്ക് കൊടുക്കുകയും ചെയ്യാം, കോടതിയിൽ കൈമാറുകയും ചെയ്യാം എന്നാണ് സെക്ഷൻ 50 പറയുന്നത്. സെക്ഷൻ 51, സെക്ഷൻ 52, സെക്ഷൻ 53 വളരെ ഇമ്പോർട്ടന്റ് സെക്ഷനാണ്. സെക്ഷൻ 51 നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത്. അവിടെ ചികിത്സകൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. നമുക്ക് നോക്കാം. ഒരു പ്രതിയെ പോലീസ് പിടിച്ചാൽ അയാൾ കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിൽ ആദ്യം മെഡിക്കൽ എടുക്കണം. അത് പിന്നെ പറയാം നമുക്ക് 53ാമത്തെ സെക്ഷനിൽ. 51 നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ പരിശോധന കുറ്റം ചെയ്തതിനെ കുറിച്ച് തെളിവ് നൽകുമെന്ന് ന്യായമായ കാരണങ്ങൾ ഉണ്ടാക്കത്തക്ക സാഹചര്യങ്ങളിൽ, അതായത് ഒരു വ്യക്തിയുടെ ശരീരം പരിശോധിച്ചാൽ പെട്ടെന്ന് തന്നെ അയാൾ കുറ്റം ചെയ്തതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അയാളെ എത്രയും വേഗം ഒരു റിക്വസ്റ്റ് കൊടുത്ത് ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥനെ കൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കണം. അതായത് ഇപ്പോൾ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാളാണെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യണം, അയാളെ പരിശോധിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് മദ്യത്തിന്റെ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരു അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതും അങ്ങനെ തന്നെ ആ പാടുകളൊക്കെ കിട്ടും, നമുക്ക് പെട്ടെന്ന് തെളിയിക്കാം. അപ്പോ ഇയാളൊരു കുറ്റം ചെയ്തെന്ന് തെളിവ് നൽകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ നമ്മളൊരു അപേക്ഷ എടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ചികിത്സകൻ, രജിസ്റ്റർ എന്നാൽ ഗവൺമെന്റ് ഡോക്ടർ, ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് അയാളെ സഹായിച്ചുകൊണ്ടും അയാളുടെ നിർദ്ദേശത്തിന് കീഴിലും ഉത്തമ വിശ്വാസപൂർവ്വം പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അപ്പോ ഒന്നുകിൽ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥനാവോ അല്ലെങ്കിൽ പോലീസിനെ സഹായിക്കുന്ന മറ്റൊരു വ്യക്തിക്കും അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പരിശോധന നടത്തുന്നത് നിയമാനുസൃതമായിരിക്കും. അപ്പോ നിയമാനുസൃതം എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പരിശോധിക്കാം. ഈ വകുപ്പിന് കീഴിൽ ഒരു സ്ത്രീയുടെ ദേഹപരിശോധന നടത്തുമ്പോഴെല്ലാം, ഇനി സ്ത്രീയാണ് കുറ്റക്കാരിയെങ്കിൽ അവരുടെ ദേഹപരിശോധന നടത്തുമ്പോഴെല്ലാം പരിശോധന നടത്തേണ്ടത് ആരാണ്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചികിത്സകനോ അല്ലെങ്കിൽ ചികിത്സകയാലോ അവരുടെ മേൽനോട്ടത്തിന് കീഴിലും മാത്രം ചെയ്യേണ്ടത്. അപ്പൊ സ്ത്രീ ആണെങ്കിൽ വനിതാ ഡോക്ടർ തന്നെ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. സ്ത്രീ ആണെങ്കിൽ ഒരു വനിതാ ഡോക്ടർ തന്നെ എന്ത് ചെയ്യണം, പരിശോധന നടത്തണമെന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി 3ാമത്തെ പോയിന്റ്, രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ കാലതാമസമില്ലാതെ പരിശോധന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണം. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യണം, എത്രയും വേഗം കാലതാമസം കൂടാതെ ഈ റിപ്പോർട്ട് ആർക്ക് നൽകണം, അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകണം എന്നുകൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോ ഇതാണ് 51 കാര്യം പറയുന്നത്, കുറ്റകൃത്യം ചെയ്യും. പക്ഷേ നമ്മുടെ അടുത്ത സെക്ഷനും ഇതുപോലെ തന്നെ, പക്ഷെ അവിടെ കുറ്റം ഏതാണ്, ബലാത്സംഗ കുറ്റം ആണ് പറയുന്നത്, റേപ്പ് കേസാണ് പറയുന്നത്. ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികളിൽ ചികിത്സകന്റെ പരിശോധന. അപ്പൊ തൊട്ട് മുമ്പിലുള്ളതും സെയിം തന്നെയാണ്, പക്ഷെ അവിടെ ബലാത്സംഗമുള്ള അവിടെ എല്ലാ കുറ്റങ്ങളുമാണ് പറയുന്നത്. പക്ഷെ ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയാകുമ്പോൾ അയാളെ എത്രയും വേഗം മെഡിക്കൽ ചെയ്യണം. മെഡിക്കൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അയാളുടെ ശരീരത്തിൽ നിന്ന് കുറ്റം ചെയ്തതായിട്ടുള്ള പാടുകളോ മറ്റോ കിട്ടും. അപ്പൊ നോക്കാം. ബലാത്സംഗ കുറ്റം ചെയ്തതിന്റെയോ ചെയ്യാൻ ശ്രമിച്ചതിന്റെയോ പേരിലോ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അപ്പോൾ ഒന്നുകിൽ ചെയ്യാൻ പോയി അല്ലെങ്കിൽ ചെയ്തു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയെ അയാളെ പരിശോധിച്ചാൽ വേണ്ടത്ര തെളിവ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതിന് ന്യായമായ കാരണമുണ്ടെങ്കിൽ, അയാളെ ഇപ്പൊ പരിശോധിച്ചാൽ നമുക്ക് വേണ്ടത്ര തെളിവ് ലഭിക്കും എന്ന് നമുക്ക് ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ ഗവൺമെന്റോ തദ്ദേശ അധികാര സ്ഥാപനമോ നടത്തുന്ന ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡോക്ടറിന്റെ അടുത്തേ പരിശോധിക്കാവൂ. ആ പരിശോധന നടത്തുന്ന ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ട ചികിത്സകനോ അത്തരം ചികിത്സകന്റെ അഭാവത്തിൽ, അപ്പൊ ഒരു ആശുപത്രിയിൽ ഈ ബലാത്സംഗ കേസിലെ പ്രതിയെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശോധിക്കാൻ പോകുന്ന സമയത്ത് അയാൾ അവിടെ ഇല്ല, ഡോക്ടർ അവിടെ ഇല്ല എങ്കിൽ ആ ചുറ്റളവിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ എത്ര കിലോമീറ്റർ, 16 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ചികിത്സകനോ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത ആളെ പരിശോധന നടത്താനും ആവശ്യമെങ്കിൽ ന്യായമായി ബലം പ്രയോഗിക്കാനും നിയമാനുസൃതമാണ്. അപ്പൊ വേണമെങ്കിൽ അവനെ ബലം പ്രയോഗിക്കാം. മനസ്സിലായോ? ബലാത്സംഗ കേസിലെ പ്രതിയാണ്, അയാൾ ചാടി രക്ഷപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നത്, അയാൾ എത്രയും വേഗം ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് പരിശോധിപ്പിക്കണം. അയാൾ ലഭ്യമല്ല എങ്കിൽ
ആ കുറ്റം നടന്ന പരിസരത്തുള്ള 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു മെഡിക്കൽ പ്രാക്ടീഷണർക്കും പരിശോധിക്കാം. ഇനി അത്തരം പരിശോധന നടത്തുന്ന രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ ഇനി അദ്ദേഹത്തിനെ പരിശോധിക്കുന്ന സമയത്ത് യാതൊരു കാലതാമസവും കൂടാതെ അത്തരം വ്യക്തിയെ പരിശോധിക്കുകയും അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയാളെ പരിശോധിക്കണം. താഴെ പറയുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ട് പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പൊ ഇയാളെ പരിശോധിക്കുമ്പോൾ എന്താണ് ഇയാളുടെ ശരീരത്തിലുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടും അല്ലെ? അതായത് ഇയാൾ എന്തൊക്കെ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യത ചെയ്തിട്ടുണ്ടാകും, അയാളുടെ ശരീരത്തിൽ ആ മുറിവുകളും പാടുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ മറ്റേ ഇര എന്ന് പറയുന്ന വ്യക്തി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് ഇയാളുടെ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകളും പാടുകളും ഒക്കെ അവിടെ ഉണ്ടാവും. അവിടെയാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. പ്രതിയുടെയും അയാളെ കൊണ്ടുവന്ന ആളുടെയും പേരും മേൽവിലാസവും ഡോക്ടർ അതിനകത്ത് എഴുതണം. പ്രതിയുടെയും അയാളെ കൊണ്ടുവന്ന ആളുടെയും പേരും മേൽവിലാസവും അതിനകത്ത് ഉണ്ടാവണം. അതുപോലെ പ്രതിയുടെ വയസ്സ് ഉണ്ടാവണം. പ്രതിയുടെ വയസ്സ് അതിനകത്ത് ഉണ്ടാവണം. അതുപോലെ പ്രതിയുടെ ശരീരത്തിലുള്ള മുറിവേറ്റതിന്റെ അടയാളങ്ങളും ഉണ്ടാവും. പ്രതിയുടെ ശരീരത്തിലുള്ള മുറിവേറ്റതിന്റെ അടയാളങ്ങളും ഉണ്ടാകണം. പിന്നെ DNA പ്രൊഫൈലിങ്ങിന് വേണ്ടി ശരീരത്തിൽ നിന്ന് എടുത്ത വസ്തുക്കളുടെ വിവരങ്ങൾ DNA പ്രൊഫൈലിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ DNA തെളിയിക്കണം. ഇപ്പൊ ആ സ്ത്രീ ഒരു ബലാത്സംഗനിരയായ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഈ വ്യക്തി തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇയാളുടെ ശരീരത്തിലുള്ള വസ്തുക്കളൊക്കെ നമ്മൾ എന്താണ് പരിശോധനയ്ക്കായിട്ട് അയക്കും. രക്തവും എന്താണ് നഖത്തിന്റെ പാട്, അതുപോലെ തന്നെ തൊലി, സ്കിന്ന്, മുടി തുടങ്ങിയ DNAക്ക് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്ത് ചെയ്യാം ഇയാളുടെ ശരീരത്തിന് ഡോക്ടറെ അടുത്ത് അതിന് വിവരങ്ങൾ ഇടണം. ന്യായമായ വിശദാംശത്തോടു കൂടിയുള്ള മറ്റു കാതലായ വിവരങ്ങളും അതായത് പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നതെല്ലാം എഴുതണം. ഇനി ഓരോ നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കണം. അപ്പൊ പോലീസ് ഓരോ തെളിവുകൾ കിട്ടുമ്പോഴും അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഫൈനലി പറയണം എന്ത് കൺക്ലൂഷൻ, നമ്മൾ ഈ കൺക്ലൂഷനിൽ എത്താനുള്ള കാരണം ഇതാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പറയണം. കാരണം ഓരോ മുറിവിന്റെയും കാരണം ഇതാണ്. അപ്പൊ നമുക്ക് കുറ്റകൃത്യത്തിലേക്ക് ഇയാളാണ് ചെയ്തെന്നുള്ള തെളിവ് നമുക്ക് ലഭിക്കും. പരിശോധന ആരംഭിച്ചതിന്റെയും പൂർത്തീകരിച്ചതിന്റെയും കൃത്യമായ സമയം റിപ്പോർട്ടിൽ സൂചിപ്പിക്കണം. പരിശോധന ആരംഭിച്ചതിന്റെയും പൂർത്തീകരിച്ചതിന്റെയും കൃത്യമായ സമയം റിപ്പോർട്ടിൽ സൂചിപ്പിക്കണം. അതുപോലെ രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ കാലതാമസം കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് കൈമാറേണ്ടതുമാണ്. രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം? കാലതാമസം കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? റിപ്പോർട്ട് കൈമാറേണ്ടതുമാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ എഴുതി എന്ത് ചെയ്യണം? കൈമാറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ നമ്മളിപ്പോ പഠിച്ചത് ഒരു ബലാത്സംഗ കുറ്റവുമായി ബന്ധപ്പെട്ട് ഒരു എന്താണ് ഡോക്ടർ പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ 51-ൽ പഠിച്ചത് ഏതൊരു കുറ്റം നടന്നാലും നമ്മൾ അയാളെ തെളിയിക്കാൻ കൊണ്ടുപോയിരുന്നു. പക്ഷെ 52 ബലാത്സംഗ കുറ്റം നടന്നാൽ എന്തൊക്കെ അയാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുമെന്നും അത് ഡോക്ടർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ അടുത്ത സെക്ഷനുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ ബൈ.